അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മിസറിൻ്റെ കൈറോ ഭാഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സുബഹി നിസ്കാരം ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിരസ് നിൽക്കുന്ന ആ ഒരു പള്ളിയിൽ നിന്നായിരുന്നു. അപ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് മഹാനവറുകളെക്കുറിച്ചും അവിടുത്തെ ദർഗാ പരിസരവും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുള്ള പ്രദേശവും കാര്യമൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പം ഞങ്ങൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന എഡ്കസായ ബൈബാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ പോകണ്ടോ? ഇല്ല, കുറച്ചുണ്ട്. ഇതാണ് കേട്ടോ അവിടുത്തെ ചുറ്റുപാടുകൾ. ഇതൊരു പള്ളിയാണ് കേട്ടോ ഇവിടുത്തെ. കണ്ടോ ഇവിടുത്തെ പള്ളീൻ്റെ സ്ട്രക്ചറുകളൊക്കെ എത്രയോ വർഷം പഴക്കം, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 1000 സംതിങ് കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ. ഉണ്ടോ ഇത് ഷാരി മൊയ്സ്. ഈ ഒരു റൂട്ടിലാണ് നമ്മളെ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഞാൻ പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പം ഈ ഒരു റൂട്ടിലല്ലേ പോണ്ടി നമുക്ക് പഴയ എന്താ പറയുക അതേ റൂട്ട് മാതിരി തന്നെയാണ് ഈ ഒരു റൂട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് ഓരോ കാഴ്ചകളും മറ്റുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. സലാം. ഇതുണ്ടോ നിങ്ങള് ഇതൊക്കെ നല്ല വൃത്തിയിലില്ലേ? രാവിലെ പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഒരു വട്ടോടി ഇങ്ങോട്ടൊക്കെ വരണം നമുക്ക് ഇൻഷാ അല്ലാഹ്. സുബഹി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മളിതങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുബഹി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസറിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ മിസർ ഒരു ഉറങ്ങാത്ത നഗരമാണെന്ന്. അതങ്ങനെ തന്നെയാണ്. മിസർ ഉറങ്ങാത്ത നഗരമാണ്. ഉറക്കം വരൂല ഇവിടുന്ന്, അത് കുറവായിരിക്കും. ഇവിടെ വരുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. മുമ്പിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഇതൊരു ചെറിയൊരു വ്ളോഗായിരിക്കും. കാരണം സുബഹിയുടെ ഒരു സമയമായതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ ഒരു ഇരുണ്ട ഒരു മൂഡാണ്. അപ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗി കുറവായിരിക്കും. പക്ഷെ എന്നാലും സുബഹിയുടെ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് നമുക്ക് പരിചയപ്പെടാമല്ലോ ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഏരിയയിലേക്ക് ഒന്നുകൂടി വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല വൃത്തിയിൽ പരിചയപ്പെടുത്താം. ഇവിടെ ന്യൂ കൈറോ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ന്യൂ കൈറോ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാണ്ട് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാം. മുമ്പിൽ നല്ലൊരു പള്ളി വരുന്നുണ്ട്, അത് കാണിച്ചു. ഇതൊക്കെ ഒരു പഴയ എന്താ പറയുക സിസ്റ്റമാണ് ഇവിടെ മൊത്തം. വർഷങ്ങൾക്ക് മുൻപേ പണിത ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് മുമ്പിൽ കാണുന്നത്. ഐഷ് ഇത് കണ്ടോ, ഏത് സമയത്തും ഇവിടെ ഐഷ് ഇങ്ങനെ കാണാം. ഐഷിനെ കുറിച്ച് നമുക്ക് നല്ല വൃത്തിയിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഐഷ് എന്താണ്, ഐഷിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഈജിപ്തിൻ്റെ ഒരു ജീവനാണ് ഐഷ്. ഇതുണ്ടോ അതൊക്കെ ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഒക്കെ പഴയ ബിൽഡിംഗ്. ഇത് മക്കാമൊന്നും അല്ലല്ലോ, ആണോ? ഒരു പള്ളിയാണിത്. ഇതും ഒരു പഴമ നിലനിർത്തുന്നൊരു പള്ളി. ഇത് കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ഖുർആൻ എഴുതി വെച്ച് കണ്ടിട്ട് അത് ക്ലിയർ ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലോണം ഒന്ന് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് വന്ന് കാണാം. അതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ ഖുർആൻ തന്നെയാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് അത് മറ്റേ എന്താ പറയുക പേർഷ്യൻ എഴുത്തിലെഴുതിയ പേർഷ്യ അതിലാണ് എഴുതിയത് പേരുകൾ. ഇപ്പല്ലോ പള്ളീൻ്റെ മിനാരൊക്കെ ഒരു പള്ളിയുണ്ടോ ഇൻഷാ അല്ലാഹ്. ഈ പള്ളീൻ്റെ തുറക്കുന്ന സമയത്ത് നമുക്ക് വരണം കേട്ടോ കാണാൻ ഇൻഷാ അല്ലാഹ്. ഇത് ഷാരി മൊയ്സിൻ്റെ അത്ര അങ്ങോട്ട് ഒരു വൃത്തിയില്ല അല്ലേ? വാതില് കാണാം. സുബഹി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമയം ഇപ്പോൾ ഏകദേശം 5:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. 4:15 ഇവിടെ സുബഹി ബാങ്ക്.
ഷാരി മൊയ്സിൻ്റെ അത്ര ഒരു എന്താ പറയുക സെറ്റപ്പ് ഇല്ലെങ്കിലും പച്ചക്കറി കച്ചവടമൊക്കെതാ. പച്ചക്കറി അല്ല, ഫ്രൂട്ട്സ് ആണ്. ഈ ഒരു സംഭവത്തിന്റെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചാണ് കേട്ടോ. ഇതെന്താ എപ്പോഴാ നിർമ്മിച്ചത് ഒക്കെ ഇവിടെ എഴുതി വെച്ചാണ്. ബാബു സുബൈലത്ത്. ബാബു സുബൈലത്ത്. ഈ ബാബിന്റെ പേര് ബാബു സുബൈലത്ത്. ഇത് വന്ന് നോക്കാനും നിൽക്കാനൊക്കെ ഉള്ളൊരു എന്താ പറയുക, നമ്മളെ ബാൽക്കണി എന്നൊക്കെ പറയൂലേ, പഴയ കാലത്തെ ബാൽക്കണിയാണ്. ഇതൊക്കെ പഴയ മരങ്ങളൊക്കെ ഉണ്ടോ. പക്ഷെ നമുക്ക് ഉസാറൊക്കെ ചെയ്യാം നല്ലോണം വൃത്തിയിൽ. ഇൻഷാ അല്ലാഹ്. ഇത് പഠിക്കുന്ന സ്ഥലം എന്താ പറഞ്ഞ ഇതിനെ കുറിച്ച്? ജാമിയ എന്താ പഠിക്കുന്ന സ്ഥലം അല്ലേ? കോളേജ്. ആ ജാമിയ എന്നുള്ള പോലെ ഗാമിയ എന്നാണല്ലോ പറയുക. ജീമിന് പോലെ ഗാമിയ എന്നാട്ടോ പറയാ. അത് വേറൊരു ഫാക്റ്റാണ്. നമ്മള് ഇത് കണ്ടോ, ഒരു പഴയ ഒരു അന്നത്തെ കാലത്തുള്ള ഒരു മാർക്കറ്റിലൂടെ നടക്കുന്നത്. ഇപ്പോഴും ആ മാർക്കറ്റ് തന്നെയാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമികൾ ഉണ്ടാക്കിയ, പിന്നെ ഊഹം ശരിയാണ്, ചരിത്രത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ഒരു സിറ്റി നിർമ്മിച്ചത് ഫാത്തിമി രാജവംശത്തിൻ്റെ ആളുകളാണ്. അസർ പള്ളിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ആ ഒരു കാലത്ത് ഉണ്ടാക്കിയൊരു മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ലാഗ് അടുപ്പിക്കല്ലോ കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ക്ലിയറും കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം കൂടി ഈ ഒരു ഭാഗത്തേക്ക് വരണം, വീഡിയോ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ആളുകൾ ജീമിന് ഗാന്നാ പറയുക. അപ്പോൾ യൗമുൽ ഗുമ, ജാമിയക്ക് ഗാമിയ, അങ്ങനെയൊക്കെ പറയാം. അപ്പം അതൊക്കെയാണ് മിസ്. ഇതുണ്ടോ, അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതൊക്കെ ഒരു പ്രത്യേക ഒരു കല്ലില്ലേ. ഇത് കല്ലെന്ന് അറിയില്ല, ഇതിൻ്റെ കളറൊക്കെ അടിപൊളി. അതായത് പുതിയ കാഴ്ച ഇതതിൻ്റെ കണ്ടോ, ഇതിലൊക്കെ വലിയ വലിയ മിനാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സുബഹി കാഴ്ചകൾ. സുബഹിയുടെ നല്ലൊരു കാഴ്ച ഇൻഷാ അല്ലാഹ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹുസൈൻ പള്ളിൻ്റെ ചുറ്റുപാടിൽ നടക്കുന്ന ചില സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യും. പിന്നെ അതോടൊപ്പം ഈ ഒരു ഏരിയൻ്റെ എന്താ പറയുക, നല്ല അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടാകുന്നുള്ള സമയത്ത്, തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതാണ്, നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. പിന്നെ അതോടൊപ്പം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.